ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിന്റെ ഒരേ ഒരു വാക്ക്, എന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞ ഞാനത് ഇപ്പൊ നടത്തിത്തരും, ഇവിടെ വെച്ച്. ഋതിക മാഡം ഇവിടെ വിവാഹത്തിന് ഞാൻ കെട്ടിയ താലിയാന്ന് പറഞ്ഞ് കാണിച്ച അപ്പൊ തന്നെ ഞാൻ സാറിനോട് അങ്ങനെയല്ലെന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറയുന്ന കേൾക്കാൻ ആരും തയ്യാറായില്ല. അതിനുശേഷം ഋതിക മാഡം വന്ന് വീട്ടിൽ നിന്നു. ഋതിക മാഡത്തിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് ദിവസത്തേക്ക് ഋതിക മാഡത്തെ വീട്ടിൽ നിർത്താൻ എനിക്ക് തീരുമാനിക്കേണ്ടി വന്നു. ഓരോ ദിവസം കഴിയും തോറും ആ വിവാഹ നാടകം അവസാനിപ്പിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ പല തവണ ഞാൻ വർമ്മ സാറിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ പറയുന്ന കേൾക്കാൻ വർമ്മ സാറ് തയ്യാറായില്ല. ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയാ. എനിക്ക് ഈ പഴംപുരാണം കേട്ടോണ്ട് നിൽക്കാൻ സമയമില്ല. സർ സർ ഞാൻ പറയുന്നത് മുഴുവനും കേട്ടാ സാറിന്റെ ഈ തെറ്റിദ്ധാരണ മാറും, എനിക്കത് ഉറപ്പാ. സർ ഞാൻ ഋതിക മാഡത്തെ കല്യാണം കഴിച്ചു. ഋതിക പറഞ്ഞത് കേട്ട് രാജു നടത്തിയ ഈ വിവാഹ നാടകം ഇവിടെ ആർക്കൊക്കെ അറിയായിരുന്നു? അതിവിടെ അറിയാനേ വളരെ ചുരുക്കം പേരേ ഉള്ളൂ പ്രതാപ. എനിക്കും ദീപകിനും അറിയായിരുന്നു, യാമിനിക്കും ശേഖരനും അറിയായിരുന്നു. പിന്നെ രാജുവിന്റെ അച്ഛനും അറിയാമായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നേ. പ്രതാപ, രാജുവിനെ മാത്രം ഞാൻ ഇതിൽ കുറ്റപ്പെടുത്തില്ല. എനിക്ക് തോന്നുന്നതേ രാജുവിന്റെ അച്ഛനും അമ്മയും ഈ വിവാഹം ശരിക്കും നടന്നതല്ലെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടി രാജുവിനെ പറഞ്ഞ് എരിവ് കയറ്റി കളിച്ച ഒരു കളിയായിരുന്നു ഇതെന്നാ. വർമ്മ സാറേ, അങ്ങനെയൊന്നുമില്ല. അംബിക മാഡം പറയുന്ന പോലെയല്ല. ഞങ്ങൾ ഋതിക മാഡത്തിന്റെ ഭാവിയെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ കൊച്ചിന്റെ ഭാവിക്ക് എന്താ പ്രശ്നം? എന്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതായിരുന്നോ നിങ്ങളുടെ പ്രശ്നം? അവനെ അവളുടെ മുറച്ചെറുക്കനാ. അങ്ങനെയല്ല അംബിക മാഡം. എങ്ങനെയല്ല അംബിക മാഡം? പ്രതാപ, നീ ഡോക്ടേഴ്സിനെ വിളിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഇവിടം കൊണ്ട് വിട്ടാൽ ശരിയാവില്ല. ഇവള് പരിശുദ്ധിയാണെന്ന് നമുക്ക് തെളിയിക്കണം. ചേച്ചി നിർത്ത്. എന്ത് മോശപ്പെട്ട കാര്യം ചേച്ചി പറയുന്നേ? രാജുവിന് എനിക്ക് വിശ്വാസം. അതിൽ കൂടുതൽ ഒരു പരിശുദ്ധി ടെസ്റ്റും ഇവിടെ നടത്തേണ്ട കാര്യമില്ല. പ്രതാപ, നീ ചേച്ചി, ദേഷ്യപ്പെടൽ ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാജു, നിന്റെ ഋതിക മേഡം നിന്നോട് പറഞ്ഞ നീ എന്തും ചെയ്യോ?
വർമ്മ സാറേ, അത് എന്ത് വലിയ മനസ്സാ ശരിക്കും നിനക്ക്? നിന്റെ മനസ്സിൽ ഞങ്ങളൊക്കെ ശരിക്കും ആരാണ്? എന്റെ മകൾക്ക് ദീപക്കുമായിട്ടുള്ള വിവാഹം ഇഷ്ടമില്ലാന്ന് വെച്ച് അവള് പറഞ്ഞൊരു നുണ, അതിന് കൂട്ടുനിന്ന് ഇത്രയും നാളും സ്വയം ഉരുകി ഉരുകി നീ എങ്ങനെ കഴിഞ്ഞുടാ? എങ്ങനെ സഹിച്ചോടാ നീ ഒറ്റയ്ക്ക്? നീ പറഞ്ഞത് സത്യമാ. നീ പലതവണ സത്യം എന്നോട് പറയാൻ തുടങ്ങിയതാ. പക്ഷേ അന്നൊക്കെ ഞാൻ നിന്നെ തടഞ്ഞു. നീ പറയുന്നത് കേൾക്കാൻ ഞാൻ മനസ്സ് കാണിച്ചില്ല. എന്നോട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന നിന്നെ ഞാൻ സംശയിച്ചു. നീ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടില്ല. നിന്നെ ഞാൻ അവിശ്വസിച്ചു. പക്ഷേ നീ എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നോടുള്ള ബഹുമാനം കൊണ്ടും എന്റെ മകളായ നിന്റെ ഋതിക മാഡത്തെ നീ എന്നെ സംരക്ഷിക്കും പോലെ സംരക്ഷിച്ചു. എത്ര നല്ല മനസ്സാ രാജു നിന്റേത്. നിന്നോട് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. നിന്നെ വെറുക്കാൻ എന്തിനാ എനിക്ക് മനസ്സ് വന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഋതികയെ വിവാഹം കഴിച്ചെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് നിന്നെ വെറുത്തുപോയി. പക്ഷേ നിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വിവാഹം ഞാൻ അംഗീകരിച്ചത്. ഇപ്പൊ പറ, ഒരു വാക്ക് നീ പറഞ്ഞാ മതി, എനിക്ക് സമ്മതം. എന്റെ മകളെ നിന്റെ കൈപിടിച്ചേൽപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതം. നിന്റെ ഒരേ ഒരു വാക്ക്, എന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞ ഞാനത് ഇപ്പൊ നടത്തിത്തരും, ഇവിടെ വെച്ച്.